ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് ഒരല്പസമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് സമയം ഇട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആക്കണ്ട. ഒരല്പസമയം ഇളക്കി കൊടുക്കുമ്പം ഈ ഓട്സിൻ്റെയൊക്കെ ആ ഒരു നല്ല മണം വരും. ആ ഒരു സമയമായി വരുന്നവരെ മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ചെറിയ പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് നട്ട്സാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ബദാം കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും മധുരത്തിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് വേണം. ഞാനിപ്പോൾ 2 കപ്പ് പാല് തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അതിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് ആദ്യം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സൺഫ്ലവർ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓട്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.